ഭയങ്കര എക്സ്പ്രസീവ് ആണ്, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ആള് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് തരുന്നുണ്ട്. ഫുൾ ടോയ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്ലേ ഏരിയ ആണ്. നമുക്ക് 2 വർഷം കഴിയുമ്പോ സിനിമയിൽ അഭിനയിക്കാനുള്ളതല്ലേ? അവളെ കുറെ ആയിട്ട് വിളിക്കണോ, ഞങ്ങള് വിടാണോ? ഞാനായിട്ട് ക്ലോസ് ആണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോ ആവണി എവിടെ അമ്മ, ആവണി വണ്ടി കയറിയില്ലല്ലോ, ആവണി എന്ത് ചെയ്യും, ആവണിനെ വിളിക്ക്, ആവണിയെ കാണണം, ആവണി എടുത്ത് പോണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കണ്ടു, അടുത്ത് നിന്നു, അപ്പം സാർ കുറെ സോറി ഒക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷനിലുള്ള മൂവി ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഫയർ ആക്സിഡന്റ് അന്ന് ആ ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭയങ്കര വിഷമായിരുന്നു. എങ്ങനെയുണ്ട്, ഓക്കെ ആയോ, റിക്കവറി ആയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കണ്ടായിരുന്നു. ഇപ്പോഴും ലാലേട്ടനെ ചതിച്ചിട്ട് എനിക്ക് ദേഷ്യം വരുന്നു കാണുമ്പോ, അത് മാറ്റിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാ, ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ എന്റെ ക്യാരക്ടർ അങ്ങനെ ചെയ്തോണ്ടല്ലേ. അത് കേട്ടോണ്ടിരിക്കാൻ ഒരു പേഷ്യൻസിലാണല്ലോ. ഞാനാണെങ്കിൽ അതെ അമ്മ, ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോ 2 എടുത്ത് വെക്കണേ, ഇത് ഇവളിങ്ങനെ അമ്മ, പിന്നെ അതില്ല 2 ഇങ്ങനെ ഇങ്ങനെ ഇഴക്കും. നിങ്ങൾ ഇല്ലാത്ത ഒരു ഇന്റർവ്യൂല് ഞാൻ അവിടെ കുറെ പറയാനുണ്ട് ഇന്റർവ്യൂ. നമുക്ക് മറ്റൊരു കൺട്രിയിലോട്ട് റീലൊക്കേറ്റ് ചെയ്തല്ലോ. ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ നാട്ടുകാർ അങ്ങനെ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. വെൽക്കം ടു മൈൻഡ് സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് സംതിങ് സ്പെഷ്യൽ. ഞാൻ ബിൽറ്റ ആൻഡ് ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ സ്വന്തം അഞ്ജലി നായർ, അഞ്ജലി ചേച്ചിയുടെ വീട്ടിലാണ്. വീടിൻ്റെ അകത്ത് അഞ്ജലി ചേച്ചിയുടെ ഫാമിലി ഫുൾ ഉണ്ട്. അപ്പം നമുക്ക് അകത്ത് പോയിട്ട് അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഓക്കെ, ഹലോ, ഹാപ്പി ന്യൂ ഇയർ. ഹായ്, ഇതാരാ? ആദ്യം തന്നെ മൈക്ക് വെച്ചോളൂ 2 പേരും. എവിടെ ഇവിടുത്തെ മെയിൻ ആളെവിടെ? സ്ലോ മോഷൻ ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിട്ടാണോ? ഹാപ്പി ന്യൂ ഇയർ. എന്താണ്? ഓക്കെ, വരൂ. ഇവിടേക്ക് വന്നു, അടിപൊളി. ഇവിടേക്ക് വരുമ്പോ തന്നെ കുറെ പുരസ്കാരങ്ങൾ കാണാം, കുറെ ഫോട്ടോസ് കാണാം. ഇത് നല്ല നല്ല അടിപൊളി വൈബായിട്ടുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ കൈകളും പിള്ളേരുടെ കൈയും കാലും ഒക്കെ വെച്ചിട്ട് ചെയ്തു തന്നൊരു സാധനമാണ്. ആവണിയുടെ കാല്, ചെറിയ ആളുടെ കാല്, ആവണിയുടെ കൈ, ചെറിയ ആളുടെ കൈ, ഞങ്ങളുടെ കൈകള് എല്ലാം വെച്ചിട്ട് അങ്ങനെ അവിടെ ഒരു കൈ പോലെ ഞങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത്. ഓ, വെരി നൈസ്. അപ്പോ നമ്മൾ പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് ഈ ന്യൂ ഇയറിന് പ്രത്യേകത? 2026 എന്താണ് സ്പെഷ്യൽ? എന്നേ പോരട്ടെ, എല്ലാം പറഞ്ഞോ. സർപ്രൈസ് ആണെന്നല്ലേ? എല്ലാം സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. കുറെ കാര്യങ്ങൾ ഇപ്പം സിനിമയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും കുറെ കാര്യങ്ങൾ ഒന്ന് ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യണം, എല്ലാം കൂടെ ഒന്നും കൂടെ റീവാമ്പ് ചെയ്ത് വേറൊരു മോഡ് പിടിക്കണം എന്നൊക്കെ ഉള്ളൊരു ഐഡിയാസ് ആണ്. ആവണി എന്തെങ്കിലും സൈലന്റ് ആയിട്ട് ഇരിക്കണം. എനിക്ക് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ഇപ്പൊ ആവണിയാണ്. എനിക്ക് തോന്നുന്നത് അഞ്ജലി ചേച്ചിയുടെ അടുത്ത് ഇപ്പൊ ചോദിക്കുന്നത് ആവണിയുടെ അമ്മയാണെന്നായിരിക്കും അല്ലേ? എത്രയോ പേര് ആണ്. ഞാനും ആവണിയായിട്ട് ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. ആവണി അഭിനയിച്ച ഒരു സിനിമയിൽ ഞാനും ഒരു സീൻ അഭിനയിച്ചിട്ടുണ്ട്, ജയ് ഗണേഷ് മൂവിയില്. ഞാനിങ്ങനെ ജസ്റ്റ് ഒരു 2 സീനേ ഉള്ളൂ. ഞാനും അവനായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോ അവന് കുറെ സിനിമകളിൽ പിന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ 2025 എന്തായാലും അവനിക്ക് സ്പെഷ്യൽ ആയിരിക്കും അല്ലേ? നല്ല സ്പെഷ്യൽ ആണ്. ഹാപ്പിയാണ്. ഹലോ, ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. അത് ഇന്ന് വന്നേ, ആ ചേട്ടൻ വിളിക്കണു. എന്താ നമ്മള് വിളിക്കണേ? ആദു. ആദു ആദു അത് ടുഡു. ആദു ആദുവിനെ എല്ലാരും കണ്ടോളൂ. ആള് ഇപ്പോഴേ നല്ല ആറ്റിറ്റ്യൂഡൊക്കെ പിടിച്ച് ട്രീറ്റ്മെന്റിലാണ് ഇരിക്കുന്നത്. ഭയങ്കര ആറ്റിറ്റ്യൂഡിന്റെ ആളാണല്ലേ? ഓക്കെ, നിങ്ങളെല്ലാവരും നമ്മള് മീഡിയ ഫാമിലിയാണ് കേട്ടോ. ആക്ച്വലി മീഡിയ ക്യൂട്ട് ഫാമിലിയാണ്. ഇവരെല്ലാവരെയും നമുക്കപ്പോ സ്ക്രീനിൽ അറിയുള്ളൂ. ശരിക്കും ഈ ക്യാമറയൊന്നും ഇല്ലെങ്കിൽ നിങ്ങള് വീട്ടിൽ എങ്ങനെയാണ്? വളരെ നോർമലാണ്, നോർമലൈസ് ആയിട്ടുള്ള കാര്യങ്ങളേ ഇല്ല. അങ്ങനെ ഒരു സിനിമാറ്റിക് ലൈഫോ അല്ലെങ്കിൽ സിനിമയിലായതുകൊണ്ട് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലോ അങ്ങനെ ഒന്നുമില്ല. വളരെ നോർമലായിട്ട്, വളരെ ജനറലി എങ്ങനെയാണ് ആളുകൾ നടക്കുന്നത്, പെരുമാറുന്നത്, ഒരുങ്ങുന്നത്, ഇങ്ങനെ സിമ്പിൾ ആണ്. അത്രയും നോർമലായിട്ട് ഞാൻ എല്ലാവരുമായിട്ട് ഭയങ്കര മിംഗ്ലിംഗ് ആണ്. എല്ലാവരുടെയും വീട്ടിൽ പോവും. ഞാൻ മിക്ക സമയം ലോബിയിലും എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടായിരിക്കും. അപ്പൊ ഒരിക്കലും അങ്ങനെ ഒരു ഷെല്ലിലോ അല്ലെങ്കിൽ റിസർവ്ഡോ അങ്ങനെ എന്റെ ഒരു സ്പേസിലൊന്നും ഇരിക്കുന്ന ആളല്ല. അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ
ഫുൾ ചില്ലായിട്ട് അങ്ങനെയാണല്ലേ. ആവണി എങ്ങനെ? ആവണി സൈലന്റ് ആണോ അതോ നമ്മള് വയലന്റ് ആയി ആവണി ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നു? അയ്യോ അങ്ങനെ വേണ്ട കേട്ടോ, നമ്മളൊക്കെ നല്ല വയലന്റ് ആയിട്ടുള്ള ആൾക്കാരാ. എനിക്ക് തോന്നുന്നേ പുറമെ ആൾക്കാരുടെ അടുത്ത് മാത്രമാണ് കുറച്ച് സൈലന്റ് ആയിട്ടുള്ളൂ. ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പില് ക്ലോസ് ഗ്രൂപ്പില് അജിത്തേട്ടനാണ് അത് പറയാൻ കറക്റ്റ് ആണോ? അങ്ങനെയാണോ ആവണി? ഇവിടെ ഭയങ്കര കൂളാണ്, കോമഡി ക്യാരക്ടർ, കോമഡിയാണ്, ഫുൾ ടൈം കോമഡി കാണിച്ച്. എന്തൊക്കെ കോമഡിയാണ് ആവണി കാണിക്കുന്നത്? ഇൻസ്റ്റന്റാ, വെറുതെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കോമാളി സ്റ്റെപ്പ് കാണിച്ച് വർത്താനം ഡബ് ചെയ്ത് എന്തെങ്കിലൊക്കെ ആയിട്ട്. ഡ്യൂട്ടിയിലേക്ക് കയറണ്ട. ഓക്കെ, അത് പോയി, അതിന് ക്യാമറ ഒന്നും വേണ്ട. ഓക്കെ, എന്തായാലും ആവണി ഇപ്പൊ നല്ലൊരു സ്റ്റാർ ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ് എന്താണ്? എന്ന് വെച്ചാൽ ആവണീനെ കൂടുതൽ ആളുകൾ ഇപ്പൊ തിരിച്ചറിയുന്നു, എത്രയോ പേരാണ് വന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഹാപ്പിനെസ് ശരിക്കും എങ്ങനെയാ ചേച്ചി? ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അളവ് കാണിക്കാനോ പറയാനോ പറ്റില്ലല്ലോ, വാക്കുകളോട് ഒതുക്കാനൊന്നും പറ്റുന്നതല്ല. എല്ലാവർക്കും അവളെ കാണുമ്പോൾ ഭയങ്കര പ്രിയമാണ്, ഇഷ്ടമാണ്. അവളുടെ അഭിനയം എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പൊ നമുക്ക് കുറച്ചേരം ഇരിക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ന്യൂ ഇയർ ഒക്കെ ആവുമ്പോ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഇത്രയും കാലഘട്ടത്തിൽ ഒന്നും ഇതുവരെയും പ്രാക്ടിക്കൽ, അതുകൊണ്ട് ഞാൻ റെസൊല്യൂഷൻ ഇല്ലാത്തൊരു വർഷം ഞാൻ തുടങ്ങാന്ന് വിചാരിച്ചു. ഏതായാലും എന്തെങ്കിലും ഒരു റെസൊല്യൂഷൻ ഇത്രയും നാളായിട്ട് അജിത്തേട്ടൻ വിചാരിച്ചിട്ട് ഇതുവരെ അത് സെറ്റ് ആക്കാത്ത ഒന്നെന്താണ്? സിനിമ പല കാര്യങ്ങളായിട്ടൊന്ന് മുടങ്ങി പോയിക്കൊണ്ടിരിക്കുക. ഈ പറഞ്ഞതുപോലെ ആയിരിക്കാം മേ ബി. ഞങ്ങളിപ്പോ പറഞ്ഞില്ലേ, എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നുണ്ട് സിനിമ ഞങ്ങൾ എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞു. ഇന്റർവ്യൂസ് ലാസ്റ്റ് ഷൂട്ട് വരെയൊക്കെ ഒരു സിനിമ എത്തിയിട്ടുണ്ടായിരുന്നു, അതും ബ്രേക്കായി. അപ്പൊ അത് ഒരു പ്രശ്നമാണ്. പക്ഷെ എനിക്ക് മെച്യൂർഡ് ആയിട്ടൊരു തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ എല്ലാവരുടെ ഒരു ഇന്റർവ്യൂവിൽ അജിത്തേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂവിയിലേക്ക് കിടന്നാലും കുഴപ്പമില്ല, ലൈക്ക് ആ ഒരു തീരുമാനം. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് എല്ലാവരും പാഷന്റെ പുറകെ മാത്രം പോകുമ്പോൾ ഇതുമില്ലാത്ത സിറ്റുവേഷൻ ആവും. പക്ഷെ ആ ഒരു പോയിന്റ് എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്നവർ ആക്ച്വലി വളരെ കുറവാണ് അല്ലേ? ഞാൻ പറഞ്ഞത് നമ്മളൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക, സിനിമ നടക്കേണ്ട ഒരു സമയത്ത് നടക്കുള്ളൂ. അത് നമുക്ക് എല്ലാം നമുക്ക് ലോട്ടറി പോലെ ഇപ്പൊ സിനിമയുടെ അവസ്ഥ എപ്പോഴല്ല. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പോകാം. പല ആൾക്കാരും പറയുന്നുണ്ട് അവർ വീട് പണയം വെച്ചിട്ടും അമ്മയുടെ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടും ആൾക്ക് ഫ്രണ്ട്സിൽ നിന്ന് കടം മേടിച്ചിട്ടൊക്കെ പറയും. അവർക്ക് കൊടുക്കാൻ ഒരു പരിധിയില്ലേ? അതിനപ്പുറം അല്ലേ? ഞാൻ 10 വർഷം തന്റെ അടുത്ത് പൈസ വെച്ച് 11 വർഷം കഴിയുമ്പോൾ എന്ത് പറയും? എനിക്കൊന്നും പറയാനില്ല, അങ്ങനെ പറയാം. അത് ആരായിട്ടാ ഏറ്റവും ക്ലോസ്? അതും നല്ല വിളിക്കുന്നത്, എന്താ വിളിക്കുന്നത്? അതും ഇവിടെ ആരായിട്ടാ ക്ലോസ്? ആണല്ലേ, ഞാനായിട്ട് ക്ലോസ് ആണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോ ആവണി എവിടെ അമ്മ, ആവണി വണ്ടി കയറിയില്ലല്ലോ, ആവണി എന്ത് ചെയ്യും, ആവണിനെ വിളിക്ക്, ആവണിയെ കാണണം, ആവണി എടുത്ത് പോകണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിവിടെ ഔട്ട് ഓഫ് സ്റ്റേഷൻ ഒക്കെ ആണെങ്കിൽ നേരെ കാണുമ്പോ ഭയങ്കര കയ്യങ്കളിയാണ്, അടിയാണ്. ആണോ ആവണി? ആവണി പറ, ആവണി അത് നമ്മളുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? അന്ന് കരഞ്ഞ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു വെച്ചിട്ട്? അവള് കരയുമ്പോ ഞാൻ അവളെ എന്റർടൈൻ ചെയ്യാറുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ എന്റർടൈൻ ചെയ്യണമല്ലോ. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കൊടുക്കാം, ഞാൻ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞ് സ്നേഹിച്ച് അവളുടെ അടുത്തേക്ക് പോകുമ്പോ അവള് മുടി പിടിച്ച് വലിക്കും, അല്ലെങ്കിൽ മാന്തും. അവളുടെ മൂഡ് അനുസരിച്ചിരിക്കും. അതെ അതെ, അങ്ങനെ ഞങ്ങളൊരു ഒരു കണക്ഷൻ ആണ്. ഞാനൊരു മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ട്, വേണോ? മുട്ടായി വേണോ? ചോക്ലേറ്റ് വേണോ? എന്ത് പറ്റി? അത് ഫുൾ മൂഡ് ഔട്ട് ആണ്. പക്ഷെ അല്ലാതെ ആള് ഫുൾ ചില്ലാണല്ലേ? പിന്നെ ഇന്നിപ്പോ വയ്യാത്തോണ്ടായിരിക്കും അല്ലേ? അവിടെ കേട്ട് മടുത്ത ചോദ്യം എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാനൊരു ഡൈ ഹാർട്ട് സൂര്യ ഫാനാണ്, അതുകൊണ്ട് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നപ്പോ ഉണ്ടായ ഒരു ഫീൽ എന്തായിരുന്നു? ലൈക്ക് എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ്? സത്യം പറഞ്ഞ ഫയർ ആക്സിഡന്റ് നടന്ന സമയത്ത് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. പെട്ടെന്ന് ഒരു ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സൂര്യ സർ ഇങ്ങനെ വന്നിട്ടുണ്ട്, വേഗം വാ കാണിച്ചു തരാന്ന് പറഞ്ഞു. അത് ലൈക്ക് പറഞ്ഞപ്പോ തന്നെ എന്റെ വേദനയൊക്കെ എവിടെയോ പോയി. ലൈക്ക് എനിക്ക് ഒന്നും പറ്റാത്ത പോലെയായി. ഞാൻ ഫുൾ കൂളായിരുന്നു. ഞാൻ പോയി കണ്ടു, അടുത്ത് നിന്നു. അപ്പം സർ കുറെ സോറി ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ. അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷനിലുള്ള മൂവി ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഫയർ ആക്സിഡന്റ് അന്ന് ആ ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭയങ്കര വിഷമായിരുന്നു. അദ്ദേഹം പിന്നീടും പ്രൊഡക്ഷൻ ത്രൂ വിളിച്ച് ചോദിക്കണ്ടായിരുന്നു. ഒരു 1 month 2 month ആയപ്പോഴും എങ്ങനെയുണ്ട്, ഓക്കെ ആയോ, റിക്കവറി ആയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കണ്ടായിരുന്നു. അവർ എന്നെ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്ത് അവൾ അത്രയും നന്നായിട്ട് ആ പ്രൊഡക്ഷൻ കെയർ ചെയ്തു. അപ്പൊ അതായിരുന്നു, അവൾ ആ വേദന മറന്നത് തന്നെയാണ് എനിക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു അതാണല്ലേ ചിലരുടെ ക്വാളിറ്റി. അദ്ദേഹത്തിനൊക്കെ അങ്ങനെ കെയർ ചെയ്യുക, അങ്ങനെ പറയാം. മേ ബി അതുകൊണ്ടായിരിക്കും ആളെ ഇത്രയും സ്നേഹിക്കുന്നത് അല്ലേ? ആവണി ആരുടെ ഫാനാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണ് ശരിക്കും?
എനിക്ക് സൂര്യ അങ്കിളാണ് ഏറ്റവും ഇഷ്ടം. സൂര്യാങ്കൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടാണ്. സൂര്യ പണ്ട് ഇതേപോലെ അജയേട്ടൻ ഹോളിഡേയിലാണോ സൂര്യ കാണിക്കാൻ? ഹോളിഡേയില് സൂര്യ വന്ന സമയത്ത് കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു തമിഴ് പടം മാസിൽ ഇദ്ദേഹം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അജയേട്ടൻ. അപ്പൊ അങ്ങനെ കാണിക്കാൻ കൊണ്ടുപോയപ്പോ തന്നെ അവള് ഭയങ്കര ഹാപ്പി ആയി, ആ ഫോട്ടോ എടുത്തത് തന്നെ. അപ്പൊ ആ പറഞ്ഞ വ്യക്തിയുടെ കൂടെ പിന്നീട് ഒരു സ്ക്രീൻ അല്ലെങ്കിൽ സിനിമ ഷെയർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ലക്കാണല്ലോ. ഭാഗ്യാണ്. പിന്നെ വിജയനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിജയന്റെ കൂടെ ഇങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഓൾമോസ്റ്റ് അവൾക്ക് എല്ലാരും ഇഷ്ടമാണ്. അതെ, സൂര്യ ഭയങ്കര കാര്യമാണ്, ഫേവറേറ്റ് ആണ്. അത് നീ ക്യാമറയിൽ ഇങ്ങനെ ആദു ഇങ്ങ വന്നേ വരൂലേ? അതാ ക്യാമറയിൽ നോക്കിയൊരു ഹായ് പറഞ്ഞേ. കളിച്ചോ നമുക്ക് 2 വർഷം കഴിയുമ്പോ സിനിമയിൽ അഭിനയിക്കാനുള്ളതല്ലേ? അവളെ കുറെ ആയിട്ട് വിളിക്കണു, ഞങ്ങള് വിടാണോ? കാരണം ഇങ്ങനെ നമ്മളുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ്. അപ്പൊ പിന്നെ ഒന്ന് മാറി ഒന്ന് ഷൂട്ട് ചെയ്യാൻ ഇരിക്കൊന്നുമില്ല. ആണല്ലേ? ഓക്കെ, അതുകൊണ്ടാണ്. പക്ഷെ ചിലപ്പോ കുറച്ച് കഴിഞ്ഞാൽ പോവാം. അപ്പൊ പിന്നെ ഫുൾ ഫാമിലി ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അവളെയും വിടും. അതെ, ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ സാധാരണ മൂവീസിലുള്ളവരാണെങ്കിൽ മക്കളെ അങ്ങനെ എല്ലാവരും അങ്ങനെ വിടാറില്ല. പക്ഷെ ഇനി ചേച്ചി അതിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് അല്ലേ? പിന്നെ ഇവരൊക്കെ വലുതായി കഴിഞ്ഞാലും നമ്മളൊക്കെ എത്ര വർഷം കഴിഞ്ഞാലും സിഗ്നേച്ചർ അല്ലേ. പിള്ളേര് മാറി, കാലഘട്ടം മാറി, തോട്ട്സ് മാറി. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ആ പേടിയും കാര്യങ്ങളും ആ ഒരു സാധനങ്ങളില്ല ഇപ്പൊ എല്ലാവർക്കും. സോഷ്യൽ മീഡിയയുടെ സൈഡിൽ കൂടെ പോയ എല്ലാരും സെലിബ്രിറ്റീസ് ആണ്. എക്സാക്ട്ലി. അത് സിനിമയിൽ അഭിനയിക്കണം എന്നൊന്നുമില്ലല്ലോ, അത്രയും എക്സ്പോഷർ അല്ലേ. അതെ അതെ, കുട്ടികൾക്കായാലും എല്ലാവർക്കും അത്രയും പ്ലാറ്റ്ഫോംസ് അല്ലേ. അപ്പൊ നമ്മള് കുറച്ചുപേര് ഇങ്ങനെ ഒരു ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ കുട്ടികളെ? തീർച്ചയായിട്ടും അടിച്ചു വിടുക. അത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ പറയുക, ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അവരുടെ സേഫ്റ്റിയും എല്ലാ കാര്യങ്ങളും. Let them enjoy their life. Let them live, let them enjoy അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ പേരൊക്കെ പേരന്റിങ്ങിനെ പറ്റി ഒക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. ലൈക്ക് എത്ര നാൾ വരെ നമ്മൾ പേരന്റിങ് നിർത്തണം, സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ. അതൊക്കെ ആക്ച്വലി നല്ല അവയർനെസ് ആണ്. ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞ പോലെ ഒരുപാട് പേര് അതിൽ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ദൃശ്യം 3 ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ ചേച്ചി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പടം കാണാൻ. ചേച്ചി ഉണ്ടാവോ? ഇല്ല. ഞാൻ 3-4 പ്രൊജക്ടുകളായിട്ട് തിരക്കായിരുന്നു. അതുകൊണ്ട് ദൃശ്യം 3 ഞാനില്ല. പക്ഷെ എനിക്ക് അത് ഞാൻ ആലോചിക്കാത്തൊരു കാര്യമാണ്. ദൃശ്യം 2 അത്രയും വലിയൊരു റോള് തരികയും അതില് ഒരുപാട് ആ സിനിമയിലൂടെ ഒരുപാട് സിനിമകൾ, വേറെ സിനിമകൾ കിട്ടി, തമിഴ് കിട്ടി, അവിടുന്ന് ഫിലിം ഫെയർ അവാർഡ് കിട്ടി. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ജിത്തു സാർ ഇനി അങ്ങോട്ട് തന്നെ ഒരു സിനിമയ്ക്ക് പോലും വിളിച്ചില്ലെങ്കിലും സോ താങ്ക്ഫുൾ ടു ഹിം ദാറ്റ് ഫോർ ദൃശ്യം 2. ദൃശ്യം മൂവിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? ആ മൂവിയിൽ അഭിനയിച്ചവർക്കൊക്കെ ആ ഒരൊറ്റ മൂവി മതി ലൈഫ് ലോങ് നടക്കാൻ. ആ ഒരു മൂവിയുടെ ഒരു എന്താ പറയാ, പാട്ടാണെങ്കിലും ട്യൂൺ ആണെങ്കിലും ആ ഒരു വീടാണെങ്കിലും. ഇന്നലെയും കൂടെ ന്യൂ ഇയറിന് ഞങ്ങള് കൂടെ ഇരുന്ന ഒരു ടീം, എനിക്ക് ഇപ്പോഴും ലാലേട്ടനെ ചതിച്ചിട്ട് എനിക്ക് ദേഷ്യം വരുന്നു കാണുമ്പോ ഒന്ന് മാറ്റിയിട്ട് ആ ഒരു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാ? ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ എന്റെ ക്യാരക്ടർ അങ്ങനെ ചെയ്തോണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു ഞാൻ അതിനെ മയപ്പെടുത്താൻ നോക്കി. എന്നാലും പുള്ളിക്കാരൻ ഭയങ്കര ശരിയായില്ല. അപ്പൊ അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യാണ് പേഴ്സണലി. അങ്ങനെയൊക്കെ ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര മീനേച്ചീനെ ഇതാക്കി, ലാലേട്ടൻ എങ്ങാനും ജയിലിൽ കൊണ്ടുപോയായിരുന്നെങ്കിൽ അപ്പൊ ഞങ്ങളുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഹോട്ടലിൽ വരെ അത് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറിയപ്പോ കൊല്ലം ഭാഗത്ത് എവിടെയോ വന്നിട്ട് ഇത് പറയാ ലാലേട്ടനെ പോലീസ് ഇങ്ങനെ കൊണ്ടുവരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല റിയാക്ട് ചെയ്യാ കണ്ടപ്പോന്നൊക്കെ തമിഴില് മാത്രം തെലുങ്കില് മാത്രം അല്ല ഇത്രയും മറ്റേ ഭ്രാന്തമായിട്ടുള്ള സിനിമ. ഞാൻ സീരിയല് ഞാനും കേട്ടിട്ടുണ്ട്. സിനിമ സത്യം സിനിമ ഞാനും ഇപ്പൊ ഈ ദൃശ്യം ചെയ്തപ്പോഴാണ് ഞാനും മനസ്സിലാക്കിയത്. അത് ദൃശ്യം മാത്രല്ല കേട്ടോ, ബെൻ എന്ന് പറയുന്ന സിനിമയുണ്ട്, സ്റ്റേറ്റ് ബോർഡ് കിട്ടിയ സിനിമ. അത് കുറെ അമ്മമാര് ഈ അടുത്തും കൂടെ ഒരു ഇവന്റിന് ഞങ്ങള് മൺസൂൺ എംപ്രസിൽ ഇവന്റിന് പോയപ്പോ ഒരു ചേച്ചി വന്നതിന്റെ അടുത്ത് ഭയങ്കര ഇങ്ങനെ കണ്ണൊക്കെ നനച്ചിട്ട്, അതെനിക്ക് മനസ്സിന്ന് പോലെ, എനിക്ക് 3 കുട്ടികളാണ്, ഞാൻ ഇവരോട് അങ്ങനെയാ പെരുമാറിയെന്ന്. ഞാൻ എന്താ ബെന്നില് ഞാൻ ഐ എം എ മദർ ഓഫ് ഗൗരവ് മൂവി. അപ്പൊ അതില് ഞാൻ ഗൗരവനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് പഠിക്കാൻ വേണ്ടി ഭയങ്കര സീനായിട്ടുള്ള ഒരു അമ്മയായിരുന്നു. അപ്പം പലരിടത്ത് ഇപ്പോഴും ഓർമ്മയുണ്ട്, നാരങ്ങളുമൊക്കെ കൊടുക്കുന്ന ഒരു ചേച്ചിയുണ്ട് പലരിടത്ത്. അവിടുത്തെ ചേച്ചി കുടുകൂടാന്ന് കരച്ചിൽ എന്നെ കണ്ടിട്ട് അവരവരുടെ മകനോട് അങ്ങനെ അത്ര പെരുമാറിയിരുന്നെ. പഠിക്കാൻ വേണ്ടിയിട്ടും ഇതേപോലെ പല കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി, ഭ്രാന്താണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ.
അപ്പൊ അത് ആ സിനിമ കണ്ടിട്ടൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ആ ഒരു മൂവി ആക്ച്വലി അങ്ങനെയുള്ള ഒരു മൂവിയായിരുന്നു. കുറെ പേരുടെ കണ്ണ് തുറപ്പിക്കാൻ പറ്റിയ ഒരു മൂവി കൂടിയായിരുന്നു. അതെ, അതുപോലത്തെ പ്രൊജക്ട്സ് വരുമ്പോ കുറച്ചുകൂടി ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ ചെയ്യാൻ. ഭയങ്കര ഇപ്പൊ ഈ ദൃശ്യം മൂവിയില് ആ ഒരു വീടുണ്ടല്ലോ, ആ വീടിന്റെ തൊട്ടടുത്തായിട്ടാണല്ലോ ഷാഡോ പോലീസ് ആയിട്ട് നിൽക്കുന്നത്. അത് ശരിക്കും വീടിന്റെ തൊട്ടടുത്താണ്, തൊട്ട് മുകളിൽ തന്നെ ചെയ്ത വീടാണ്. എനിക്കാണെങ്കിൽ ആ വീടിന്റെ സീനൊക്കെ കാണുമ്പോഴേ ആ വീട്ടിൽ ഞാൻ ആരോ ആണ് അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു ഫീലാണ് ശരിക്കും ആ സിനിമയില്. ഇനി അപ്കമിങ് പ്രൊജക്ട്സ് എന്തൊക്കെയാണ് ആവണി? ഇപ്പൊ ഹാഫ് എന്നുള്ളൊരു മൂവി എന്റെ ഷൂട്ട് കഴിഞ്ഞു, പാക്കപ്പായി. സോ ആ മൂവി ഇറങ്ങാൻ പോകുന്നു. പിന്നെ റിവോൾവർ റിംഗോ വിഷ്ണുണി കൃഷ്ണൻ ചേട്ടനോട് ചെയ്ത ആ മൂവി ഇറങ്ങാൻ പോകുന്നു. പിന്നെ ഫേസസ് എന്നുള്ളൊരു മൂവി ഉണ്ട്, കലേഷ് ചേട്ടന്റെ കൂടെ ചെയ്തത്, അത് ഇറങ്ങാൻ പോകുന്നു. അതെ, ഹാഫ് രഞ്ജിത്ത് സജീവ് ചേട്ടനോട് ഫുൾ പാക്കപ്പ് ആണ് 2026 അല്ലേ? പാക്ഡ് അപ്പ് ആയിട്ടിരിക്കണം. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. 2026 ഇനി പ്രൊജക്ട്സ് കിട്ടട്ടെ അല്ലേ? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അജിത്തേട്ടൻ എന്തൊക്കെയാണ് ഇനി? ആഡ് ഫിലിംസ് സ്ക്രിപ്റ്റ് ഇപ്പോൾ ഒരു പുതിയ സ്ക്രിപ്റ്റ് കഴിഞ്ഞിരിക്കുന്നു, അതൊന്നും പിച്ച് തുടങ്ങിയിട്ടില്ല. അതിപ്പോ ഈ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം, റീസ്റ്റാർട്ട് ചെയ്യണം. ഇനി എനിക്ക് തന്നെ എല്ലാവരും ന്യൂ ഇയറിന്റെ ഒക്കെ ഒരു ക്ഷീണമൊക്കെ കഴിഞ്ഞ് ക്രിസ്മസ് ന്യൂ ഇയർ. നിങ്ങളുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഞങ്ങള് ന്യൂ ഇയറിന് രാത്രി മൊത്തം ഫ്രണ്ട്സിന്റെ കൂടെ 4 വീട്ടിൽ കയറിയപ്പോ കാക്കനാട് പരിസരത്തൊക്കെ പോയി, എൻജിഒയിലൊക്കെ പോയി മണിക്കൂറുകളോളം റോട്ടിലൊക്കെ നിന്ന് എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്ത് ബ്ലോക്ക് ഉണ്ടാക്കി പോലീസുകാരെ കൊണ്ട് 4 പറയിപ്പിച്ച് എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയില്ല. എന്നിട്ടും പോയില്ല. ഞങ്ങളുടെ കൂടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, കിച്ചു. കിച്ചു ഇസ് വെരി വെൽ കണക്റ്റഡ് വിത്ത് ഓൾ ടീംസ്. അപ്പം പോലീസുകാർ വന്നപ്പോഴും കിച്ചേട്ടൻ എന്റെയാണ് അപ്പൊ ഞങ്ങള് കൊറേ നേരം എൻജോയ് ചെയ്തു. ഫുഡ് അടിച്ചും ഒക്കെ ഒരുപാട് ലേറ്റ് ആയി. പിന്നെ ഇവിടെ തന്നെ ഫ്ലാറ്റിൽ വന്നപ്പോഴും ഫ്ലാറ്റിലെ നെയ്ബേഴ്സ്, ഞങ്ങൾക്ക് ഇവിടെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി ഉണ്ട്, ശ്രീധരന്റെ. അപ്പൊ പുള്ളിക്കാരന്റെ കൂടെ ഇരുന്ന് കുറെ നേരം, കുറെ മണിക്കൂർ അല്ല 3 hours, 5 o'clock ഒക്കെ ആയി വീട്ടിൽ കയറി വന്നപ്പോ. 5 o'clock ഒക്കെ ആയി. അതെ, നൈസ്, വെരി നൈസ്. ഞാനും 5 മണി കഴിഞ്ഞു. കാരണം നമുക്ക് ന്യൂ ഇയർ ഒക്കെ ആണല്ലോ, നമുക്ക് ഒരു എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ഒരു ദിവസം. രാത്രി റോഡ് മുഴുവൻ ഞങ്ങൾ മെനിങ്ങാന്ന് പുറത്തൊക്കെ പോയി അല്ലേ, നമ്മുടെ ന്യൂ ഇയറിന്റെ തലേദിവസം. പക്ഷെ യാതൊരു ഫീലും ഉണ്ടായിരുന്നില്ല ന്യൂ ഇയറിന് ആഘോഷിക്കാൻ പോകുന്ന. ഫോട്ടോ വെച്ചൊക്കെ പോയി ഒന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ അത്രയും ക്രൗഡ് ഇറങ്ങിയപ്പോ, ഇന്നലെ ന്യൂ ഇയർ ആകുമ്പോഴാണ് എല്ലാവരും ഉണരുന്നത്. അഞ്ജലി ചേച്ചിയുടെ നെക്സ്റ്റ് പ്രൊജക്ട് എന്തൊക്കെയാണ്? എനിക്കിപ്പം അനന്തൻ കടന്നു വന്നിട്ട് മുരളി ഗോപിയേട്ടൻ എഴുതിയ ഒരു സിനിമ, ഇറ്റ്സ് എ ബിഗ് ബഡ്ജറ്റ് മൂവി, മിനി പ്രൊഡക്ഷൻസിന്റെ. തമിഴ് നടൻ ആര്യാണ് നായകൻ. അതിൽ മുരളിയേട്ടന്റെ വൈഫിന്റെ റോള് ചെയ്യണു. ഹാഫിൽ അവളുടെ അമ്മയാണ്. പിന്നെ റിവോൾവർ റിംഗോ വിഷ്ണുണി കൃഷ്ണന്റെ ഒരു കഥാപാത്രം ഞാൻ വിഷ്ണുവിന്റെ സിസ്റ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിക്കർ ഐലൻഡ് പറഞ്ഞിട്ട് സുരാജേട്ടൻ്റെ സിസ്റ്റർ ആയിട്ട് ചെയ്തൊരു സിനിമ. പിന്നെ ഒരു തെലുങ്ക് സിനിമ. ദെൻ റൈറ്റ് നൗ തമിഴ് സ്റ്റോൺ ബെഞ്ച് റെട്രോന്റെ പ്രൊഡക്ഷൻസിന്റെ മലയാള സിനിമ നടക്കുകയാണ്, ഷറഫുദ്ദീൻ നായകനായിട്ടുള്ള. അതിൽ ഷറഫുദ്ദീന്റെ സിസ്റ്റർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഓ നൈസ്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരുപാട് ബിസിയാണ്. അതെ, അങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പൊ നിങ്ങളുടെ ഫാമിലി ഇന്റർവ്യൂ ആണ്, ഒരു ചെറിയ റാപ്പിഡ് സെഷൻ. ഓക്കെ, അപ്പൊ എല്ലാവരും പറഞ്ഞു, ആര് വേണമെങ്കിലും പറയാം. ഇതില് മോസ്റ്റ് ഇമോഷണൽ പേഴ്സൺ ആരാണ്? അതുനെ വിളിക്കണോ? കുഴപ്പമില്ല. ഏറ്റവും മോസ്റ്റ് ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാരാണ്? ഞാനായിരിക്കും അല്ലേ? ഞാനാണ്. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് കരച്ചിൽ വരും, പെട്ടെന്ന് എല്ലാം ഇൻസ്റ്റന്റ് ആണ് എനിക്ക്. എന്നിട്ട് പെട്ടെന്ന് സെറ്റ് ആവും. പിന്നെ 10 മിനിറ്റ് സെറ്റ് ആവും. പക്ഷെ വരുന്ന ദേഷ്യമൊക്കെ ഇങ്ങനെ ആണല്ലേ? ആവണി അങ്ങനെയാണോ? ആവണി ദേഷ്യാണോ അമ്മയ്ക്ക്? ഇൻസ്റ്റന്റ് ദേഷ്യം. പക്ഷെ അത് പെട്ടെന്ന് മാറൂല, കുറച്ച് ടൈം എടുക്കും. കുറച്ച് ടൈം എന്ന് ഉദ്ദേശിച്ചത് എന്താ? ആ ടൈം കറക്റ്റ് സമയം പറയണം, അല്ലെങ്കിൽ ഇവിടെ പ്രശ്നമാവും. ദേഷ്യം വന്ന ഇനി ടൈമറൊക്കെ വെച്ച് നോക്കും. 1.5 മണിക്കൂർ. ഏകദേശം ഒരു ടെമ്പർ കുറയണമല്ലോ. ആണല്ലേ? ആവണിയായിട്ട് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് എന്തിനാ? അടി ഉണ്ടാക്കുന്നത് ഫുഡ് കഴിക്കാൻ ലേറ്റ് ആവുമ്പോ. രണ്ടുപേരും, അഞ്ജലി ഭയങ്കര സ്പീഡും ഭയങ്കര സ്ലോ ആണ്. ഓക്കെ, അതിന്റെ ഒരു പ്രശ്നമുണ്ടോ? ഞാനിങ്ങനെ അത് എടുത്ത് വെക്കുക, ഇത് ചെയ്യും, മറ്റേത് ചെയ്യാൻ പറയുമ്പോ അവളിങ്ങനെ എണീറ്റ് വന്ന് അതങ്ങനെ ആ ഒരു സ്ലോ ആണ്. ഞാനിങ്ങനെ ടക്ക് ടക്ക് എനിക്ക് ചെയ്ത് ശീലമുള്ളതുകൊണ്ട് അവളോട് സ്പീഡ് ആവാൻ പറയും. അതിപ്പോ സംസാരത്തിലായാലും എന്തെങ്കിലും തിരക്കി നിൽക്കുമ്പോ ഹലോ അമ്മേ, അതെ സ്കൂളിലേ, ഞാൻ പറയും അവണി വേഗം പറ, അവണി എന്താ പ്രശ്നം, എന്താ കാര്യം പറ. അങ്ങനെ ഞാൻ പറയും. ഞാനാണെങ്കിൽ അതെ അമ്മ, ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോ 2 ഇതെടുത്ത് വെക്കണേ. ഇത് ഇവളിങ്ങനെ അമ്മ പിന്നെ അതില്ല 2 ഇങ്ങനെ ഇഴയ്ക്കും. ഇഴയ്ക്കുമ്പോ എനിക്ക് അങ്ങ് ടെമ്പർ അങ്ങ് തെറ്റും. ഒന്നെങ്കിൽ ഞാൻ തിരക്കി നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞിന്റെ പുറകെ ഓട്ടായിരിക്കും.
അവണി ഇനി വിളിക്കുമ്പോ അമ്മയുടെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇനി അമ്മ പറയും ഇത്ര സ്പീഡിൽ പറയണ്ട, പയ്യെ പറയും ഇനി അങ്ങനെയാക്കാം. ഓക്കെ, അപ്പൊ അതാണ് മെയിൻ ആയിട്ട് സ്പീഡിന്റെ ഒരു പ്രശ്നമാണ് അല്ലേ? അത് കുഴപ്പമില്ല. മോസ്റ്റ് ഡ്രമാറ്റിക് പേഴ്സൺ ആരാ? ഡ്രമാറ്റിക് ആയിട്ട് ആണോ? അവിടെ നമ്മൾ കാണുന്ന പോലെ ഒന്നല്ലോ, ക്യാമറയുടെ മുമ്പിൽ മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. ആണ് ഭയങ്കര എക്സ്പ്രസീവ് ആണ്, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും. ഹലോ, അവിടെ ഒരാളുണ്ട് കേട്ടോ. അവിടെ ആള് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് തരുന്നുണ്ട്. ഫുൾ ടോയ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്ലേ ഏരിയ ആണ്. ഓ ഹലോ, അവിടെയാണോ ആളുടെ ഹാപ്പി പ്ലേസ്? അതെ, അവിടെ ഇരുന്ന ആള് ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഹായ്, അവിടെ ഇരുന്നിട്ട് എന്നെ ചിരിക്കുന്നു. ആ എവിടെ? കിളി. കിളി. ഓക്കെ, അവിടെ ഇരുന്നപ്പോ ആള് ഹാപ്പി ആയി. അവിടെ ഇരുന്നപ്പോ എന്നെയൊക്കെ നോക്കുന്നുണ്ട്. എന്റെ മുഖത്ത് പോലും നോക്കിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോ കാണാൻ പറ്റുന്നുണ്ട്, ആളെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ ഇതേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ആൻസർ പറയാണെങ്കിൽ പറഞ്ഞോ. ഓക്കെ ഓക്കെ, അപ്പൊ ഡ്രമാറ്റിക് ആളാണ്. അതെന്തുകൊണ്ടായിരിക്കും ഡ്രമാറ്റിക് ആണെന്ന് ഇവര് പറയുന്നത്? ഞാനിങ്ങനെ ചുമ്മാ ഒരു എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ചുമ്മാ എക്സ്പ്രഷൻ ഇട്ട് അങ്ങോട്ട് അല്ല, ചുമ്മാ കോമഡി കാണിക്കുമ്പോഴായാലും കൂടുതൽ കുറെ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് കാണിക്കുമ്പോഴല്ലേ ഒരു ഫീൽ കിട്ടും. അതായത് അവളെ ഒരു ആവശ്യം പറഞ്ഞെങ്കിൽ ഫുൾ കഥ രോന മെനങ്ങ് അങ്ങനെയൊക്കെ സാധനങ്ങൾ ഡ്രമാറ്റിക് ആണ്. ഓ അങ്ങനെ മനസ്സിലായി. അപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിട്ട്, അത് കിട്ടാൻ വേണ്ടിട്ട് ഭയങ്കര ക്രേവിംഗ് ആണ്. അത് പറയാൻ ചില സമയത്ത് ഡ്രാമ കാണിക്കുന്നത് കാണാം. അങ്ങനെ അത് എന്ത് സാധനം ലാസ്റ്റ് അങ്ങനെ പറഞ്ഞ അടി ഉണ്ടാക്കിയേ? അവനിക്ക് എന്ത് സാധനം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്? സൈക്കിൾ, ഫോൺ പ്രശ്നം ഉണ്ടാക്കിയത് യൂഷ്വലി അങ്ങനെ എപ്പോഴും ഉണ്ടാവുന്നോണ്ട് ഓരോന്നൊക്കെ എടുത്തിടുന്നുണ്ട് കേട്ടോ. അത് ഇവിടെ പ്ലേ ഏരിയ ആക്കാൻ വേണ്ടിട്ടാണോ? എനിക്ക് തരാനാണോ? ചേച്ചിക്ക് തരാനാണോ? അവിടെ വരുമൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യാന്നൊക്കെ. ഇവിടെ ഈ ആവണി മറ്റേ ആമസോൺ ഫ്ലിപ്കാർട്ട് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലിങ്ങനെ ഓരോന്ന് കാണുമ്പോ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പറയും അത് പിന്നെ ആവട്ടെ, അല്ലെങ്കിൽ അത് ഓക്കെ, അങ്ങനെ അടുത്ത ആഴ്ച ആലോചിക്കാം, ഇങ്ങനെ പറഞ്ഞ് ഞാൻ നിർത്തും. കുറച്ച് കഴിയുമ്പോ വയലന്റ് ആവും. വേണം അതെ, എന്ത് പറഞ്ഞാലും അട്ടുകാട്ടിട്ട് വെക്കോ, സേവ് ചെയ്ത് വെക്കണല്ലോ. ഇനി മോസ്റ്റ് പേഷ്യന്റ് പേഴ്സൺ ആരാ? അത് മിക്കവാറും അജിത് തന്നെ ആയിരിക്കും അല്ലേ? ദേഷ്യം വന്നാൽ അവരൊക്കെ ഞാൻ പേഷ്യന്റ് ആക്കും. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പേഷ്യൻസ് ഉള്ളത് എനിക്ക് തന്നെയാന്ന് തോന്നുന്നു കൂട്ടത്തിലാണോ. ആവണിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് കേട്ടോ. ശരിക്കും ക്യാമറ ഞങ്ങളിൽ ആർക്കാ പേഷ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോ അത് കേട്ടോണ്ടിരിക്കാൻ ഒരു പേഷ്യൻസ് വേണല്ലോ. ഇല്ലല്ലോ, അത് പേഷ്യൻസ് അല്ല. അത് നീ പറയുന്നത് കേൾക്കാൻ ഞാൻ റെഡിയാണ്, പക്ഷെ നീ അതിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നോണ്ടാണ്. ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാൻ ഇരുന്ന് കേൾക്കാനുള്ളൊരു പേഷ്യൻസ്. പറയാനുള്ള സ്ലോ എടുത്തോട്ടെ, ഒരു പോയിന്റ് ഇവിടെ വേറെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്താ അവിടെ പരിപാടി? അതും എല്ലാരും കൊണ്ടുപോകട്ടോ. ഇതൊക്കെ ഞാൻ എടുത്തോണ്ട് പോകും. എനിക്ക് വീട്ടില് കളിപ്പാട്ടൊന്നും ഇല്ലാതിരിക്കുക. അത് ഇങ്ങോട്ട് വാ. അയാൻ വന്നിരിക്കണം. അയാൻ ഇവിടെ വന്നിരിക്കട്ടോ. അയാൻ രാജുവിന്റെ ഫ്രണ്ട് ആണോ? താഴെ എനിക്ക് തോന്നുന്നു ഇവിടെ ഫ്ലാറ്റ്മേറ്റ്സ് ഒക്കെ ആയിട്ട് നാളെ ഞങ്ങളുടെ ന്യൂ ഇയർ ആണ്, ഇവിടെ സെലിബ്രേഷൻ ആണ്. അതിന്റെ ഒരു തയ്യാറെടുപ്പിലല്ല. അതെ അല്ലേ? അപ്പൊ ഇവിടെ പ്രോഗ്രാം ഒക്കെ ആയിട്ട് നടത്തും. താഴെ സ്റ്റേജ് ഒക്കെ വെച്ച് ഡാൻസും പാട്ടും കാവണിയുടെ എല്ലാവരും, ചേട്ടന്റെ ഡാൻസും ചേട്ടന്റെ ഫാഷൻ ഷോ ഒക്കെ ഉണ്ട്. ഫാഷൻ ഷോ ലാസ്റ്റ് മോഡലുമായിട്ട് ഡാൻസ് കളിച്ചിട്ട് പഴയ അതെ, അടിപൊളി. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഏരിയ ഉള്ളത് നല്ലതല്ലേ? കുറച്ചൊരു നല്ല ആൾക്കാരോട്ടോ ഇവിടെ, ഭയങ്കര നല്ല മനുഷ്യന്മാരെ, ഒരു കമ്മ്യൂണിറ്റി അങ്ങനെ ഉള്ളത്. നമ്മളിങ്ങനെ പ്രാന്തൊക്കെ പിടിച്ച് വരുമ്പോ ഒരാളെ കാണുമ്പോൾ ഭയങ്കര സമാധാനം അല്ലേ? അടിപൊളി. ഇനി മോസ്റ്റ് ലൈക്ലി ടു ഫോർഗെറ്റ് എവറിത്തിങ്, പെട്ടെന്ന് മറക്കുന്ന എല്ലാവരും ഒറ്റയടിക്ക് പറഞ്ഞ ഒരേ ഒരു ആൻസർ ഇതാണ്. ഞാനത് പിന്നെ എന്നാരെങ്കിലും ചതിച്ചതാണെങ്കിലും എന്നാരെങ്കിലും ദേഷ്യം പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ കരയിപ്പിക്കുകയോ എന്താണെങ്കിലും
ഞാനത് അത് പെട്ടെന്ന് പറഞ്ഞു, അത് മറക്കും. ഞാനും ആലോചിച്ചിട്ട് അവരെ ഹാൻഡിൽ ചെയ്യും, ഞാൻ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യും. ഹാൻഡിൽ എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അഞ്ജലി ചേച്ചി കൊറേ ഹെൽപ്പ് ചെയ്യുന്നേ, ഭയങ്കര അതെ അത് മനസ്സിലാക്കുന്ന ആള്. അതൊരു പ്രശ്നമാണ്, പക്ഷെ പ്രശ്നമാണ്. അത് ഭയങ്കര രസം. ഈ അടുത്ത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു, നമ്മൾ അത്രയും ഞാൻ ഓർമ്മിപ്പിച്ചു. ഓക്കെ, അല്ല അങ്ങനെ നമ്മൾ അത്രയും വേണ്ടപ്പെട്ട ഒരാളെ അയാൾക്ക് ആഗ്രഹപ്പെട്ടു, അയാൾക്ക് ചാൻസ് വാങ്ങിച്ചു കൊടുത്തു, കയറിയിരുന്നു, അയാളെ കുറിച്ച് സ്റ്റേജിൽ നിന്ന് പറഞ്ഞപ്പോൾ അത് അപമാനിച്ചു എന്നുള്ള രീതിയിൽ കേൾക്കേണ്ടി വന്നു. അങ്ങനെ കുറെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ട് ലൈഫിൽ, നോക്കിയിട്ട് കാര്യമില്ല. ബട്ട് ഞാൻ അതൊക്കെ എപ്പോഴും മറക്കുന്നതാ. പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മള്. പക്ഷെ അങ്ങനെ ആവുമ്പോഴേ പ്രശ്നം. ഞാൻ അങ്ങനെ അല്ലാത്തോണ്ട് കുഴപ്പമില്ല. അങ്ങനെ ആവുമ്പോഴാണ് ശരിക്കും പ്രശ്നം വരുന്നത്. ഓക്കെ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സിനിമയിൽ അല്ലെ ഒരാള് താഴേക്കടയിൽ നിന്ന് സിനിമ അല്ലെങ്കിൽ ഇവിടെ ഒരു ഇതിലേക്ക് എത്തിയാൽ അവരുടെ സ്വഭാവമൊക്കെ മാറും. കണ്ടില്ലേ? കണ്ടിട്ടില്ലേന്നോ? സ്വഭാവം മാറുന്നു ഭയങ്കരമായിട്ട്. അത് ശരിയാണ്. ഞാൻ ഇന്നലെ വരെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു, നിങ്ങൾ ഒരാളാക്കി മാറ്റിയിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ മാറുന്നേ? അതെ, അതാണ് അതുകൊണ്ടാണല്ലോ ഇപ്പൊ ആളുകൾ എല്ലാവരും പറയുന്നത് നമുക്ക് ആരും ഉണ്ടാവില്ല, ലാസ്റ്റ് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അങ്ങനെ ഒരുപാട് പേർക്ക് ഇതുപോലെ, കാരണം അങ്ങനെ ആണ്. അത് നോക്കണോ? ആള് വരുന്നുണ്ട്. അവിടെ ഇപ്പൊ എങ്ങനെ, ഒരു മിനിറ്റ്, അവിടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, താഴെ വീട് അങ്ങനെ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അതാണ് ഞങ്ങൾ ഈ ഫ്ലാറ്റ് എടുക്കാനുള്ള മെയിൻ റീസൺ. ഇത് ഭയങ്കര സേഫ്റ്റി അവിടെ. അപ്പൊ ആ ഒരു ഇവിടെ അവർക്ക് കയറാം, ബാക്കി എല്ലായിടത്തും ഭയങ്കര ഞങ്ങൾ നോക്കി വേറെ ഒരുപാട് നല്ല വലിയ കമ്മ്യൂണിറ്റിയിലൊക്കെ നോക്കി. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ബാൽക്കണി കയറുമ്പോ ഭയങ്കര റിസ്ക്. അതുപോലെ ഇവളാണെങ്കിൽ എല്ലായിടത്തും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പഞ്ചലായിട്ടുള്ള ആളാരാ? കറക്റ്റ് ഒരു സ്ഥലത്ത് പോണെങ്കിൽ അപ്പൊ തന്നെ റെഡി ആയി. ഞാനാണ്, പക്ഷെ എന്നെ ഇപ്പൊ മാറ്റിയെടുത്തു. ഞാനും ആക്ച്വലി ആയിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എപ്പോഴും ചീത്ത പറയും, ഇത്ര കൃത്യമായി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തണം എന്തിനാ, അപ്പൊ എല്ലാരും വരട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയാം, എന്നോട് പറഞ്ഞത് 6 മണിന്നല്ലേ, അപ്പൊ ഞാൻ 6 മണിക്ക് എത്തി. എല്ലാം റെഡി ആയിട്ട് വരുമ്പോ 10 മണിയാവും ചിലപ്പോ. അപ്പൊ അങ്ങനെ എന്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര പങ്ക്ച്വൽ ആയിരുന്നു. പിന്നീട് ലൈഫിലെ തിരക്കുകൾ കാരണം ഞാൻ മാറ്റിന്ന് പറഞ്ഞില്ല, തിരക്കുകൾ കാരണം മാറിപ്പോയി. സ്ഥലത്ത് പോകണമെന്ന് ഈ ടൈമിൽ എത്തണം, എനിക്ക് കറക്റ്റ് അവിടെ എത്തണം. അങ്ങനെയായിരുന്നു ഒരു കാര്യമുണ്ട്, പങ്ക്ച്വലായിട്ട് എത്തും. ആക്സിലേറ്റ് ഇങ്ങനെ ചവിട്ടി പിടിച്ചെത്തിക്കും. എത്തിയാ മതി. ആവണി എങ്ങനെയാ? പഞ്ച്വലാണോ? ഞാനിവർ റെഡിയാവാൻ പറഞ്ഞ സമയത്ത് റെഡിയായി അവിടെ ഇരിക്കും. ഇവരെല്ലാം റെഡിയായി കഴിഞ്ഞ് എന്നോട് പറയും വേറെ ഡിലേ ആക്കാറൊന്നുമില്ല കേട്ടോ. അപ്പൊ അവന് ക്ലാസ്സിന് പോവാണെങ്കിൽ പോലും കറക്റ്റ് ആയിട്ട് 6:48 അലാറം വെച്ചാൽ ആ അടിച്ച സ്ഥലത്ത് അവള് ഷൂസ് കൊടുത്തിട്ട് അതായത് മേക്കപ്പിന് കുറച്ച് ടൈം എടുക്കും, പക്ഷെ അവള് കറക്റ്റ് ടൈമിംഗ് മേക്കപ്പിന് ടൈം എടുക്കുമെങ്കിലും ഞാൻ കറക്റ്റ് ആയിട്ട് എല്ലാം കഴിഞ്ഞ് ഷൂസ് ഒക്കെ ഇട്ട് അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്കിനും ബസ് വന്ന് തന്നെ എടുത്തുകൊണ്ടു. അതൊരു പഞ്ചായത്ത്. അതെ. ഇവള് അവിടെ ഉണ്ടല്ലോ, നമ്മള് വിചാരിക്കുന്ന ആളല്ല. ആള് ഞാൻ സ്പെഷ്യൽ ആയിട്ട് വേറൊരു ഇന്റർവ്യൂ വിളിക്കുന്നുണ്ട്. നിങ്ങൾ ഇല്ലാത്ത ഒരു ഇന്റർവ്യൂവിന് ഞാൻ ആവണിനെ കൊണ്ട് കുറെ പറയാനുണ്ട് ഇന്റർവ്യൂ. അപ്പൊ ആവണിയുടെയും എന്റെയും ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഉടനെ വരുന്നതാണ്. ഇവര് രണ്ടുപേരും ഇല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് അങ്ങ് എടുക്കാം. ഇനി ആവണി ഇങ്ങനെ പതുങ്ങി പകുതി ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുക അല്ലേ? എന്തായാലും നമുക്ക് മറ്റൊരു കൺട്രിയിലോട്ട് റീലൊക്കേറ്റ് ചെയ്താലോ? കൺട്രിയിലോട്ട് ഈ ഇന്റർവ്യൂ കഴിഞ്ഞ നാട്ടുകാർ അങ്ങനെ പെട്ടെന്ന് സീരിയസ് ആവണി ഒരു ഫുഡിയാണ് അല്ലേ? ഞങ്ങള് ചേരും. എനിക്ക് മന്തി ഇഷ്ടമാണ്. കാണുന്നില്ല എന്നേ ഉള്ളൂ, ഭയങ്കര ഫുഡിയാണ്. മന്തിയാണ് ഏറ്റവും ഇഷ്ടം. മന്തി എത്ര ഒരു ഹാഫ് കഴിക്കും, ക്വാർട്ടർ കഴിക്കും, ഫുള്ള് കഴിക്കും, എന്തൊരു കഴിക്കും ഒരു സിറ്റിങ്ങില്? ഞാൻ സാധാരണ ക്വാർട്ടർ ആണ് ഞാൻ കഴിക്കാറ്. ഹാഫ് ഞാൻ കഴിക്കും, ക്വാർട്ടർ ഞാൻ കഴിക്കും. എനിക്ക് ഓവറായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുമ്പോ ഞാൻ ഹാഫ് കഴിക്കും. എനിക്ക് കുറച്ച് ലൈക്ക് ആ വിശക്കുന്നതിന്റെ ആ ഒരു പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്, നമ്മുടെ അഞ്ജലി ചേച്ചിക്ക് ഒരു ബിസിനസ്സും കൂടി ഉണ്ട്. അത് നമ്മൾ ഇപ്പൊ ഒന്നും കൂടി വെളിപ്പെടുത്താൻ പോവാണ്. ചേച്ചി ബിസിനസിനെ പറ്റി പറയും. ഞങ്ങളുടെ 4A എന്നുള്ള അജിത് അഞ്ജലി ആവ്നി ആത്വിക, അങ്ങനെ 4A എന്നുള്ള പേരിലാണ് കമ്പനിയുടെ പേര്. 4A കൺസെപ്റ്റ് ആൻഡ് റിയാലിറ്റി, പിന്നെ 4A കൺസെപ്റ്റ് ആൻഡ് മോഷൻ പിക്ചേഴ്സ് എന്നുള്ള പേരിൽ ആർട്ട് ഫിലിം ഏജൻസി നടത്തുന്നു. ഫിലിം പ്രൊഡക്ഷൻ എല്ലാം ഉണ്ട്. ഞങ്ങൾ കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് ആണ് മെയിൻലി ചെയ്യുന്നത്. നമ്മൾ ഈ അംബർല, പെൻ, ഡയറി, എന്താണെങ്കിലും ടോയ്ലറ്ററി കിറ്റും, വെൽക്കം കിറ്റും, അങ്ങനെ എല്ലാ സാധനങ്ങളും കമ്പനീസിന് അവരുടെ ബ്രാൻഡിങ്ങോട് ട്രോഫീസും മക്സും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, ബൾക്കായിട്ട് നമ്മൾ കൊടുക്കുന്ന ടീഷർട്ട്, യൂണിഫോംസ്, അങ്ങനെയല്ല. ബിസിനസ്സും കൂടി ഉണ്ട് അല്ലേ? അടിപൊളി. അപ്പൊ എന്തായാലും ഒത്തിരി
സന്തോഷം. ഒരു മീഡിയ ബിസിനസ് ക്യൂട്ട് ഫാമിലിയാണ് ഇപ്പോ നമ്മുടെ കൂടെ ഉള്ളത്. ഒരുപാട് സന്തോഷം. അപ്പൊ 2026ഉം ഒരുപാട് വർക്ക്സ് ഒക്കെ ആയി, ബിസി ആയി, ഹാപ്പി ആയി, ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. ആവണിയായിട്ട് എന്റെ ഒരു ഇന്റർവ്യൂ ഉടനെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ നിങ്ങൾ നാട് വിടും. നമ്മളെ പേര് മാറ്റി ശരിയാക്കില്ലേ ആവണിയുടെ? അല്ല, അതിന്റെ പാസ്പോർട്ട് പാസ്പോർട്ട് ഒക്കെ ശരിയാക്കി വെച്ചോളൂ. അപ്പൊ ആവണി, നമുക്ക് ഇനി അടുത്ത ഇന്റർവ്യൂല് കാണാം. ആയിക്കോട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.